वर्तताग्रे भूतस्य जातपतिरेक आसीत् सदाधार पृथ्वीं द्यामुद्यमां कस्मै दावाय हविषां विधेम ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. പുതുപ്പള്ളി വാരണപ്പള്ളിയിൽ ക്ഷേത്ര അഷ്ടദിന മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ ബഹുമാന്യനായ അധ്യക്ഷൻ വക്കീൽ സാർ പറഞ്ഞ പോലെ വളരെ പ്രതിശാലമായി സംസാരിക്കേണ്ടുന്ന എന്റെ ജനങ്ങളോട് സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ മക്കളാണ്. ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ മക്കളായി മനുഷ്യവർഗം ഈ ഭൂമിലോകത്ത് വ്യാപിക്കുകയാണുണ്ടായതെന്ന് ഹൈന്ദവ ദർശനവും ക്രൈസ്തവ ദർശനവും ഇസ്ലാമും സമന്വിതമായി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ മനസ്സ് നിറഞ്ഞ് ആനന്ദത്തോടുകൂടി നമ്മുടെ കൊച്ചുമക്കളുടെ ഒരുപാട് പ്രകടനങ്ങളൊക്കെ കണ്ട് മനസ്സ് മതിമറന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി നമ്മുടെ സാധാരണയായ ജീവിതം നയിക്കുന്നതിനുപരി നമ്മൾ അറിയേണ്ടുന്ന ഒരുപാട് അപദാനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു രാജ്യത്തിലാണ് ഞാനും നിങ്ങളും അധിവസിച്ചുകൊണ്ടിരിക്കുന്നത്. നാം താമസിക്കുന്ന മഹത്തരമായ ഭാരതത്തിന്റെ ഒരുപാട് ചരിത്രങ്ങളുടെ അപദാന പരത കൊണ്ട് സമ്മളിതമായ ചരിത്രങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയാതെ പോയതുകൊണ്ട് ഒരുപാട് സങ്കടങ്ങളുടെ പ്രയാസങ്ങളുടെ ദുരിതങ്ങളുടെ അനുഭവങ്ങൾക്ക് ഈ ഭാരതം സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആമുഖമായി പറഞ്ഞ ഗുരുദേവന്റെ ഒരു വല്ലാത്ത വചനം ഗുരുദേവൻ ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞതാണ്. ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇന്നങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതം? ഇന്നങ്ങനെയാണോ നമ്മുടെ കേരളം? അല്ല എന്ന ഉത്തരമാണ് വർത്തമാനകാല ലോകത്തിലെ ഈ ജീവിതത്തിലെ അവസ്ഥാവിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. ആ ഗുരുദേവൻ പറഞ്ഞ സ്വപ്നം കണ്ട ആ അവസ്ഥയിൽ നിന്ന് അറിയാതെ നമ്മൾ പുറകോട്ട് പോയപ്പോ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് പൈതൃകങ്ങളുടെ മനോഹരമായ ചരിത്രം ഇവിടെ അവശേഷിക്കുകയാണ്. അറിയാൻ കഴിയണം നമുക്ക്. ശ്രീനാരായണ ഗുരു അദ്ദേഹം ആലുവയിൽ സംഘടിപ്പിച്ച മഹത്തരമായ സർവമത സമ്മേളനത്തിന്റെ സമ്മേളന കവാടത്തിന്റെ മകുടത്തിൽ ഗുരുദേവൻ എഴുതി വെച്ച ഒരു വാക്യമുണ്ടായിരുന്നു. എന്താണ്? വന്ന് വാദിച്ച് ജയിച്ച് അവരുടെ വാചക കസർത്ത് കൊണ്ട് അപ്രമാദിത്വം നേടാനല്ല, മറിച്ച് അറിയാനും അറിയിക്കാനുമാണ് എന്ന ആ പ്രഖ്യാപനം കടമെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, വക്കീൽ സാറിന്റെ ആ സ്നേഹനിർഭരമായ ക്ഷണത്തിന്റെ പിന്നാലെ ഇവിടെ വന്നത്, ഇവിടെ കൂടിയത്, നിങ്ങളോട് സംസാരിക്കുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. നമ്മൾ അറിയേണ്ടുന്ന ഒരുപാട് അപദാനങ്ങളുണ്ട്, പഠിക്കാൻ കഴിയണം നമുക്ക്. ഭാരതത്തിന്റെ ഒരുപാട് സുഹൃതം നമ്മൾ വിസ്മരിച്ചു പോയതാണ്. പരസ്പരത്തിന്റെ ഐക്യത്തിന്റെ പരസ്പര സഹാനുഭൂതിയുടെ മാർഗം തിരഞ്ഞെടുക്കുന്നവരെ ദൈവം നിങ്ങളെ മാറ്റിപ്പണിയില്ല. അതുവരെ ദൈവം നിങ്ങളെ മാറ്റിപ്പണിയില്ല എന്ന വിശുദ്ധ ഖുർആനില് വചനമെഴുതി വെച്ച അതേ പാർലമെന്റിന്റെ മകുടത്തിൽ മനോഹരമായ ദേവനാഗരി ലിപിയിൽ എഴുതി വെച്ച ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? അയം നിജ പരോവേദി ഗണാനാമുൾപുജേതസാം ഉദാരചരിതാനാം തോ വസുധൈവ കുടുംബകം. ഭാരതത്തിന്റെ മുഖമുദ്രയാണത്, ഭാരതത്തിന്റെ പ്രഖ്യാപനമാണത്, ഭാരതത്തിന്റെ തിലകക്കുറിയാണത്. അയം നിജ പരോവേദി ഗണാനാമുൾപുജേതസാം ഉദാരചരിതാനാം തോ വസുധൈവ കുടുംബകം. ഞാൻ മാത്രം, എന്റേത് മാത്രം എന്നത് സങ്കുചിതമായ ചിന്തയാണ്. വിശാലമായി ചിന്തിക്കുന്നവർക്കോ വസുധൈവ കുടുംബകം, ലോകമാണ് തറവാട്. അതാണ് ഭാരതത്തിന്റെ പ്രഖ്യാപനം. ബഹുമാന്യനായ ശ്രീ വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ വാക്കുകൾ, കവിതകൾ, കല്ലചങ്ങൾ, മൊഴിമുത്തുകൾ, വചനാമൃതങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് സമന്വയിപ്പിച്ച് സമ്മേളിപ്പിച്ച് 8 വാള്യങ്ങളിലായി പ്രസിദ്ധം ചെയ്ത കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തില് ഹിന്ദു മതത്തെ പറഞ്ഞിടത്തെല്ലാം, ഹൈന്ദവതയെ പരാമർശിക്കുന്നിടത്തെല്ലാം വിവേകാനന്ദ സ്വാമി എടുത്തു കൊടുക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ഏതാണെന്നറിയുമോ? സർവവേ
മുഴുവൻ ഈ ഭാരതത്തിന്റെ മണ്ണിന്റെ മക്കൾ നമ്മൾക്ക് പരസ്പരം അറിയാൻ കഴിയാതെ പോയതിന്റെ വേദന അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അറിയാതെ മതഭേദ ഗ്രന്ഥങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സ്നേഹത്തിന്റെ മനോഹരമായ വചനാമൃതങ്ങൾ അറിയാനോ പഠിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ അതിന് സമയം കണ്ടെത്താതെ ആ മതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് വ്യാമോഹിക്കുന്ന പല ആളുകളുടെയും വാക്കുകൾക്ക് പിന്നിൽ അതിന്റെ പിന്നാലെ പോയി മതത്തിന്റെ വിചാരത്തെ വികാരമാക്കി മുഷ്ടിയിലേക്ക് ആവാഹിച്ച് തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാൻ പാടില്ല. നമ്മൾ അധപതിക്കാൻ പാടില്ല. അതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തിയാലും അതിനെതിരെ നിലകൊള്ളാൻ കഴിയണം നമുക്ക്. മതമറിയാത്തത് കൊണ്ടാണ്, ഭാരതത്തിന്റെ മനോഹരമായ അവദാനം അറിയാത്തത് കൊണ്ടാണ് പല ആളുകളും വിളിച്ചു പറഞ്ഞത് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ, ഉർദു മുസ്ലിം പാകിസ്ഥാൻ, जो हिंदुस्तान में रहना होगा वंदे मातरम कहना होगा, राम नाम लेना होगा, मगर बाबर का बच्चों के खून से हम होली मनाएंगे. എന്താ പറഞ്ഞത്? ഹിന്ദിയും ഹിന്ദുവും ഹിന്ദുസ്ഥാനിലാണ്, ഉർദു മുസ്ലിം പാകിസ്ഥാനിലേക്ക് പൊക്കോണം, ഇവിടെ നിൽക്കുന്നാണെങ്കിൽ വന്ദേ മാതരം ജപിക്കണം, രാമനാമം ജപിക്കണം, അല്ലെങ്കിൽ ബാബറുടെ മക്കളുടെ ചോര കൊണ്ട് ഞങ്ങൾ ഹോളി കളിക്കുമെന്ന് അറിയാതെ, മതമറിയാതെ, മതത്തിന്റെ സ്നേഹത്തിന്റെ ഉജ്ജ്വലമായ പ്രതീകത്തിന്റെ അവധാനം പിടിക്കാതെ വിളിച്ചു പറയുമ്പോ ഇപ്പുറത്തുനിന്ന് മറുപടി കൊടുക്കുന്ന എന്ത് ബദറിന്റെ മക്കള്, ഉഹദിന്റെ മക്കള്, ഹുനൈനിന്റെ മക്കള്, മുഅ്തായുടെ മക്കള്, ഫത്ഹ് മക്കായുടെ മക്കള്, നിങ്ങളുടെ ഒരു തുള്ളി ചോരായിക്ക് പകരം 10 ലിറ്റർ ചോര തിരിച്ചു തെറിപ്പിക്കാനുള്ള ആർജവമുള്ള മുസ്ലിംകളെവിടെ? ഈ രണ്ട് വിഭാഗം ആളുകൾക്കും മതമറിഞ്ഞൂടാ. നമ്മളെന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ? എന്നെ കേൾക്കുന്ന, എന്നെ ശ്രമിക്കുന്ന എന്റെ ബഹുമാന്യരായ സഹോദരന്മാരോട്, സഹോദരിമാരോട്, ആ ഒരു പദം വല്ലാത്ത പദമാണ്. നമ്മളിങ്ങനെ വെറുതെ സഹോദര സഹോദരി അർത്ഥമറിയോ നമുക്കതിന്റെ? സഹോദരൻ, എന്റെ മാതാവിന്റെ ഉദരത്തിൽ പിറന്നവൻ, ഉദരത്തിൽ പിറന്നവൾ എന്ന് നമ്മൾ പറയും. സഹോദരൻ, ആ ഒരു സ്നേഹത്തോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നമുക്ക്? ആ ഒരു സ്നേഹത്തിന്റെ പ്രവിശാലമായ അവസ്ഥയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? സാധ്യമായിട്ടില്ല നമുക്ക് ഇന്ന് വരെ. നാളത്തെ ചരിത്രം വേറെയാകണം. നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ, ഒരു മാതാവിന്റെ പിതാവിന്റെ മക്കളാ നമ്മൾ. ആദ്യമായി അത് മനസ്സിലാക്കാൻ കഴിയണം നമുക്ക്. ഒരു മാതാവിന്റെ പിതാവിന്റെ, ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിലും ക്രിസ്ത്യാനിറ്റി, വർഗീസാറിനറിയാം, ക്രിസ്ത്യാനിറ്റിയും പഠിപ്പിച്ചത് ഒരു പിതാവിന്റെ, ആദമിന്റെ ഹവ്വായുടെ മക്കളായാണ് മനുഷ്യകുലം ഇവിടെ വ്യാപിച്ചത് എന്നാണ്. ഭാരതത്തിൽ അങ്ങനെ വല്ല പ്രഖ്യാപനമുണ്ടോ? ഉണ്ട്. മാതാ പാർവതീ ദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവ മാനവ, സർവേഹ സ്വദേശ ഭുവനത്രയം, സർവേ വിസുഖിന സന്തു, സർവേ സന്തു നിരാമയ. ഭാരതത്തിന്റെ അവധാനമാണത്. മാതാവ് പാർവതീ ദേവി, പിതാവ് മഹേശ്വര ദേവൻ, മനുഷ്യരഖിലവും ബന്ധുക്കളാണ്, കുടുംബക്കാരാണ്. ഈ ഭുവനത്തിൽ, ഒരു ഭുവനത്രയത്തിൽ, ഒരു ഭവനത്തിലെന്ന പോലെ അധിവാസം കൊള്ളേണ്ടവരാണ് മനുഷ്യ മക്കള് എന്ന് പഠിപ്പിക്കുന്ന അവധാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എന്തേ നമുക്ക് പ്രയാസമുണ്ടായത്? നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല, അറിയാൻ കഴിഞ്ഞില്ല, സമയം കിട്ടിയില്ല. നമുക്ക് ആഘോഷിച്ചാഹ്ലാദിച്ച് രമിച്ച് മതിച്ച് പുറച്ച് മുന്നോട്ട് പോകുമ്പോ നമ്മൾ അറിഞ്ഞില്ല നമ്മൾ ആരാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല നമുക്ക്. നമ്മെ ഒന്നിപ്പിക്കാൻ ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ നമ്മെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസ പ്രമാണം കൂടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. വളരെ ചുരുങ്ങിയ സമയമേ നമുക്കുള്ളൂ. സമയമില്ലെന്ന് പറയാൻ പോലും സമയമില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സഹോദരന്മാരെ, നമ്മെ ഒന്നിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ബഹുമാനനായ വക്കീൽ സാറ് പറഞ്ഞ പോലെ ഞാൻ ഇതിലൂടെ നടന്നു പോയപ്പോ പ്രവാചകന്റെ വാക്കുകൾ എഴുതി വെച്ചത് ഞാനിവിടെ കണ്ടു. ക്ഷേത്രത്തിലെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മുഹമ്മദ് നബിയെ? ആരാണ് മുഹമ്മദ് നബി? മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങളുടെ ഒരു മാപ്പിള പ്രവാചകൻ. അങ്ങനെയല്ല,
മുഹമ്മദ് നബി ആരാണെന്ന് ഭവിഷ്യൽ പുരാണത്തിന്റെ പ്രതിസർഗ പർവ്വത്തിലെ 3-ാം കാണ്ഡത്തിലെ 3-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം പഠിപ്പിക്കുന്ന ഒരു ആചാര്യനുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? സമന്വിത മഹാമത ഇരിക്കാത ശിഷ്യശാഖ സമന്വിതം. ഭവിഷ്യൽ പുരാണത്തിന്റെ പ്രതിസർഗ പർവ്വത്തിലെ 3-ാം കാണ്ഡത്തിലെ 3-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമായി വേദവ്യാസ മഹർഷി എഴുതി വെക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ മുഹമ്മദ് എന്ന പേരിൽ വിദേശീയനായ ഒരു ആചാര്യൻ തന്റെ അനുചരന്മാരോടൊത്ത് കടന്നു വരുമെന്ന് മുഹമ്മദ് നബിയെ വേദവ്യാസ മഹർഷി പ്രവചിക്കുകയാണ്. 5000 വർഷത്തെ പാരമ്പര്യമുള്ള ആർഷ ഭാരതീയ ദർശനങ്ങളിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുകയാണ്. കഴിയുന്നില്ല. അഹമ്മദി പിതുപരിവേദ മൃഗസ്യഗ്രഹ അഹം സൂര്യ ഇവാചനി എന്ന് സാമവേദം പഠിപ്പിക്കുന്നു. അഹമ്മദ് ആരുടെ പേരാണ്? മുഹമ്മദ് നബിയുടെ പേരാണ് അഹ്മദ്. അഹ്മദ് അഹമ്മദിന് പിതാവിൽ നിന്ന്, ജഗൽ പിതാവിൽ നിന്ന് വേദജ്ഞാനം ലഭിച്ചു. ആ വേദങ്ങൾ അഖിലവും തത്വം നിറഞ്ഞതായിരുന്നു. സഹോദരന്മാരെ, സൂക്തത്തിൽ പഠിപ്പിക്കുന്നത് ഇതം ജന ഉപശ്രുത നരാശംസ്തത്വ വിശ്വതേ ഷഷ്ടിം സഹസ്രാനവധിം ച കൗരമ അരുഷമേഷ്ഠാ പദ്മഹേ ഉഷ്ടായസ്യ പ്രവാഹിണോ വധുമംഗോം ദുർദശ എന്ന് സൂക്തം പഠിപ്പിക്കുകയാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ബഹുമാന പുരസ്സരം ശ്രദ്ധിക്കണം. സൂക്തത്തില് ഹൈന്ദവ ദർശനത്തില് അതുപോലെ ഒരു പ്രയോഗം വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇതം ജന ഉപശ്രുത, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ബഹുമാന പുരസ്സരം ശ്രദ്ധിക്കണം. സ്തുത്യനായവൻ വാഴ്ത്തപ്പെടും. മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ, സ്തുത്യനായവൻ വാഴ്ത്തപ്പെടും. എന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തെ, പ്രവാചകന്റെ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെ, അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ എണ്ണത്തെ പോലും സൂക്തം കൃത്യമായി നമുക്ക് മുമ്പിൽ വരച്ചു വെക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയത് വീട്ടുകളുടെ വിളിച്ചു പറയുന്ന തീവ്രവാദിയായ, ഭീകരവാദിയായ ആ ഒരു പ്രവാചകനെയാണ് പടിഞ്ഞാറിന്റെ മാധ്യമ മീഡിയകളുടെ ഡൊമിനേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയത്. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ മഹചരിതമാലയിൽ അറിയാതെ പാടിപ്പോയത് പുരുഷാദി പൂണ്ട ദൈവമോ നരദിവ്യാദി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി, കരുണാവാൻ നബി മണിമുത്തുരത്നമോ. ശ്രീനാരായണ ഗുരു ഈ പ്രവാചകനെ കുറിച്ച് ജനപദങ്ങളോട് ചോദിച്ചതാണ്. കരുണാവാൻ നബി മണിമുത്തുരത്നമാണോ, പുരുഷാദി പൂണ്ട ധർമ്മമാണോ, നരദിവ്യാദി പൂണ്ട് വന്നതാണോ? അതല്ല, കരുണാവാൻ നബി മണിമുത്തുരത്നമാണോ? നമ്മൾക്ക് പഠിക്കാൻ പറ്റിയില്ല, നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അറിയാൻ സമയം കണ്ടില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ വിളി വളരെ സ്നേഹത്തോടെ എന്റെ ചേട്ടന്മാരായി, അനിയന്മാരായി, ബഹുമാന്യരായ കാരണവന്മാരായി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിപ്പിക്കുന്ന, ഒന്നിപ്പിക്കുന്ന ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ തന്റെ സുഖം എന്ന കാവ്യസമാഹാരത്തിൽ പറഞ്ഞ പോലെ വല്ലാത്തൊരു വാക്യമുണ്ട്. വരച്ചനമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കൂ നന്മുന്തിരിക്കത്ത മനുഷ്യവർഗം. ആ ഒരു ഉള്ളൂരസ് പരമേശ്വര അയ്യർ പറഞ്ഞ ആ ഒരു മനോഹരമായ ആ ഒരു അവദാന പരതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരേ ഒരു കാര്യം കൂടെയുണ്ട്. 30 കോടി ദൈവങ്ങളെ ആരാധിക്കണം. അതല്ലെങ്കിൽ തൃത്വസങ്കല്പത്തിൽ വിളിച്ച് വിശ്വസിക്കണം. ഇസ്ലാമിൽ തന്നെ ദൈവത്തെ വിട്ട് ദൈവത്തെ മറന്ന് ഒരുപാട് മഹാത്മാക്കളെ, ഒരുപാട് മഹദികളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് സങ്കുചിതമായ ചിന്തയിലേക്ക് പോകുന്നതിന് പകരം എല്ലാ മതങ്ങളും പഠിപ്പിച്ച, എല്ലാ ദർശനങ്ങളും ഉദ്ഘോഷിച്ച ഏകനായ ഒരു ദൈവം. ഞാൻ എന്റെ സംസാരത്തിന്റെ ആദ്യത്തിൽ പ്രാരംഭത്തിൽ ഉദ്ധരിച്ചത് ഋഗ്വേദത്തിലെ 10-ാം അധ്യായത്തിലെ 121-ാം ഋക്കിലെ
ഒന്നാമത്തെ ശ്ലോകമാണ്. ഹിരണ്യഗർഭ സമവർത്തതാഗരെ ഭൂതസ്യ ജാത പ്രതിരേഖ ആസ്യത് സദാധാര പൃഥ്വിം ദ്യാമു ദേമാം കസ്മൈ ദാവായ കവിശാം വിദേമ. ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടായത്. ലോകം മുഴുവൻ അവന്റെ കൽപ്പനകൾക്ക് കാതോർക്കുന്നു. അവൻ ആകാശത്തെയും ഭൂമിയെയും അതത് സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു. അവനിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടായത്. അതിനാൽ ആ ഒരു ദൈവത്തിന്റെ മുമ്പിൽ മാത്രം നിന്റെ ആരാധനകൾ അർപ്പിക്കുക എന്ന മനോഹരമായ അവദാനം, ആ ഒരു കൃത്യമായ വിഷയം ക്രിസ്ത്യാനിറ്റി കൃത്യമായി വിശദമായി വിശാലമായി ഏകനായ ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്, കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് വർഗീസ് സാർ ഇവിടെ ഉദ്ധരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഒരു വിശാലമായ അവസ്ഥയിലേക്ക് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യജാതിയാണ് നമ്മൾ, മനുഷ്യരാണ് നമ്മൾ, ഒരേ ഒരു ജാതിയാണ്, ഒരേ ഒരു വർഗമാണ്, ഒരേ ഒരു ദൈവത്തെ മാത്രം ആരാധിച്ച് അവന്റെ മുമ്പിൽ ആരാധനകളും പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചയും നൈവേദ്യവും ആ ഒരു ദൈവത്തിന് മാത്രം സമർപ്പിക്കുക. അത് സൃഷ്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ, അത് ദൈവത്തിന്റെ സൃഷ്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ, പ്രതിമകളിലേക്ക്, പ്രതിഷ്ഠകളിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക്, മഹാത്മാക്കളിലേക്ക്, മഹതികളിലേക്ക്, ബീവിമാരിലേക്ക്, തങ്ങന്മാരിലേക്ക്, ഔലിയാക്കളിലേക്ക്, പുണ്യപുരുഷന്മാരിലേക്ക് അത് പകർന്നു കൊടുത്താൽ സംഭവിക്കുന്ന ഭീകരമായ പതനമുണ്ട്. ദൈവാസുര സമ്പദ് വിഭാഗ യോഗിയിൽ അനേക ചിത്തവിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമ ഭോഗേഷു പതന്തി നരകേഷു. ആരാ പഠിപ്പിക്കുന്നത്? ഭഗവത്ഗീതയിൽ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ മറന്ന് അതുപോലെ ഭോഗചിന്തകളിലൂടെ നിർമ്മലമായ ജീവിതം നയിക്കുന്നതിന് പകരം ഭോഗപരതയിലൂടെ മുന്നോട്ട് പോയി മോശമായ ജീവിതം നയിക്കുന്നവർക്ക് പരന്തി നരകേഷു, നരകത്തിൽ നിപതിക്കേണ്ടി വരും എന്ന വിഷയമാണ്. സഹോദരന്മാരെ, സമയം കഴിഞ്ഞിട്ടുണ്ട്. വക്കീൽ സാർ ഇവിടെ നിന്ന് ബേജാറാവുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഏകനായ ദൈവത്തെ അള്ളാഹുവിന്, അള്ളാഹു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, മനുഷ്യരുടെ ദൈവത്തിന് അറബിയിൽ പറയുന്ന പേര് മാത്രമാണ് അള്ളാഹു. ഒരു നിത്യ ചൈതന്യതി അദ്ദേഹത്തിന്റെ സ്നേഹസ്പർശം എന്ന പുസ്തകത്തിൽ മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. അള്ളാഹു എന്ന പദത്തേക്കാൾ സർവാധിനാഥനായ ദൈവത്തെ വിളിക്കാൻ പറ്റിയ ഒരു പദം എനിക്കറിയില്ല. നിത്യചൈതന്യതിയുടെ സ്നേഹസ്പർശമെടുത്താൽ നിങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏകനായ ദൈവത്തെ ആരാധിക്കുക. ആ ദൈവത്തിന്റെ പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിലൂടെ ദൈവം ജനപദങ്ങളോട് നടത്തിയത് എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? ഇതാ, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. വഖാലു റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. നിങ്ങളുടെ ദൈവം നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു, ഞാനാണ് നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങൾ എന്നെ ആരാധിച്ചുകൂടൂ. എന്നെ ആരാധിക്കുന്നതിൽ അഹന്ത കാണിച്ച് പിന്മാറിക്കളഞ്ഞ് മറ്റുള്ളവരെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഭജിച്ചും നിങ്ങൾ മുന്നോട്ട് പോകുന്നാണെങ്കിൽ നിങ്ങളെ നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. ആ നരകത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി നതത്വത്വം നജരയാ വിഭേദി ഉഭയതീർത്ഥാശനായ പിപ്പാസെ ശോകാദി ഗോമോദേ സ്വർഗലോകേ എന്ന് പറഞ്ഞ ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഏകനായ ദൈവത്തെ ആരാധിക്കുക. സങ്കുചിതമായ ചിന്തകളെല്ലാം മാറ്റിവെച്ച് നമ്മളൊരു കുടുംബത്തിലെ ആളുകളാണെന്ന കൃത്യമായ വിചാരത്തിന്റെ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക. ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു പരിപാടി അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പൂർണ്ണമിദം പൂർണ്ണമിദസ്യ പൂർണ്ണമിദഃ ഓം പൂർണ്ണമുദച്യതേ എന്ന് പറഞ്ഞ പോലെ ഒരു പൂർണ്ണതയിൽ നിന്ന് 1000 പൂർണ്ണതകൾ തെളിക്കുന്ന ഒരു മനോഹരമായ നാളെയുടെ ഭാവിയുടെ ഭാസുരമായ ഒരു നാന്ദിയാവട്ടെ ഇന്നിന്റെ ഈ സമയമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലവി സാഹിബിന്റെ ഗംഭീരമായ പ്രസംഗമാണ്
നമ്മൾ ഹിന്ദുമതം ഉദ്ദേശിക്കുന്ന എല്ലാ ചരാചരങ്ങളിലും 33 കോടി ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ദൈവാംശം ഉണ്ടെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ.